ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിൽ വലിയ തരംഗങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കിട്ടുന്നൊരു വാർത്ത, സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞു. രഞ്ജിത്ത് അദ്ദേഹത്തിന് രാജി സമർപ്പിച്ചു കഴിഞ്ഞു. ഇങ്ങനെ പല രീതിയിലുള്ള വലിയ വലിയ പോസ്റ്റുകളിലിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ അവർ രാജിവെച്ച് ഒഴിയുകയാണ്. കാരണം അവർക്കറിയാം ഈ പ്രശ്നത്തിന് ഡെൻസിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കേരളത്തിൽ ഒരു വാർത്താ ദൗർഭാഗ്യം അല്ലെങ്കിൽ വാർത്തയുമായി ബന്ധപ്പെട്ട് വലിയ ദൗർലഭ്യം ഉണ്ടാകുന്ന സമയത്താണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വയനാട് കഴിഞ്ഞു. വയനാടിന് ശേഷം നമുക്കറിയാം അതിനു മുമ്പ് അർജുൻ കേസ് ഉണ്ടായിരുന്നു. വയനാട്ട് വന്നു. ഇനിയിപ്പോൾ കേരളത്തിൽ വലിയ വാർത്തകളൊന്നും ഇല്ലാത്ത സമയത്താണ് ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. കേരളത്തിൽ ഉടനീളം ചർച്ച ചെയ്താണ്. പണ്ട് കാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ കുത്തിപ്പൊക്കി പിന്നീട് വരികയാണ്, ലൈം ലൈറ്റിൽ വരികയാണ്. നമുക്കറിയാം കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഒരു കമ്മിറ്റി വരാനുള്ള കാരണം എന്താണ് എന്ന് ആലോചിച്ചാൽ, ഒരേ ഒരു വ്യക്തിയെ നമുക്കിതിനെക്കുറിച്ച് ധൈര്യം പൂർവ്വം ഒരേ ഒരാളെടുത്ത നിലപാടാണ് ഇത്രയേറെ വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കാനുള്ള കാരണം എന്നുള്ളത്. ഇപ്പോൾ പറയുന്ന പലരും തന്നെ പണ്ട് മിണ്ടാതിരുന്നവരാണ്, അവരിത് അനുഭവിച്ച് ഒഴിവാക്കിയവരാണ്, ഇതിനെക്കുറിച്ച് ഒച്ചത്തിൽ പറയാൻ ശക്തിയില്ലായിരുന്നവരാണ്, അല്ലെങ്കിൽ ധൈര്യം കാണിക്കാത്തവരാണ്. അവരൊന്നും കുറ്റം പറയുകയില്ല. പക്ഷെ എന്നാൽ കൂടി നമ്മൾ അതിജീവിത എന്ന് പറയുന്ന ഒരു നടിയുണ്ട് കേരളത്തിൽ. ആ അതിജീവിത എന്ന് പറയുന്ന ഒരു നടിയുടെ, ഒരൊറ്റ നടിയുടെ ധൈര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കമ്മിറ്റി ഉണ്ടാകുന്നതും ആ കമ്മിറ്റി തുടർ നടപടികളിലേക്ക് പോകുന്നതും. ആദ്യകാലത്ത് തന്നെ WCCയുടെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളെല്ലാം തന്നെ അവരെല്ലാവരും ശക്തമായി ഇതിനോടൊപ്പം നിൽക്കുകയും അവരൊക്കെ മുഖ്യമന്ത്രിയെ കാണുകയും ആ കമ്മിറ്റിക്ക് വേണ്ടി പറയുകയും റിപ്പോർട്ട് പെട്ടെന്ന് സമർപ്പിക്കണമെന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പലരും പിന്നീട് അതിൽ അത്രത്തോളം അത് അവർക്ക് കിട്ടിയ പല അവസരങ്ങളായിരിക്കണം കാരണം അത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കണ്ടിട്ടില്ല. പിന്നെ ഇങ്ങനൊരു തീരുമാനം എടുത്ത ഗവൺമെൻറ്റിനെ അന്ന് വലിയ രീതിയിൽ ശ്ലാഘിച്ചിരുന്ന എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. അത് വലിയ കാര്യമാണ്. പക്ഷേ ഇത് ഇത്രയും ഡിലേ ആവാനുള്ള കാരണം എന്താണ്? നമ്മൾ ഡിലേ ആവുന്തോറും ഇത്തരം പ്രശ്നങ്ങൾ പിന്നെയും ഈ മേഖലയിൽ ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടത് വളരെ പെട്ടെന്ന് തന്നെ ഒരു നടപടി എടുത്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. എന്നിരുന്നാൽ കൂടി നമ്മളിതിൽ പ്രശംസിക്കേണ്ട ഒരേ ഒരു വ്യക്തി അതിജീവിത എന്ന് പറയുന്ന, നമ്മൾ പേര് പറയാത്ത അതിജീവിത, നമുക്കെല്ലാം ആ നടിയുടെ രൂപം നമുക്കറിയാം. അവിടെ കഥാപാത്രങ്ങൾ ഇതിന് ശേഷം ശക്തമായ കഥാപാത്രങ്ങളുമായിട്ട് ആ നടി തിരിച്ചു വരികയാണ്. അപ്പോൾ ആ നടിയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നമുക്കൊരു അഭിമാനം തോന്നേണ്ടതുണ്ട്. അവരെ മാത്രമാണ് ഇതിൽ നമുക്ക് പ്രശംസിക്കാനുള്ളത്. പിന്നീട് വന്ന് പറയുന്നവരൊക്കെ തന്നെ ഇപ്പോൾ കിട്ടാവുന്ന മാധ്യമത്തിന് കിട്ടുന്ന പ്രാധാന്യമൊക്കെ വെച്ചുകൊണ്ടാണ് കുറേ പേര് പറയുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇത്രയും കാലം മിണ്ടാതിരുന്നു, ഈ പ്രശ്നം ഉണ്ടാകും കൂടി പലരും പറഞ്ഞിട്ടില്ല. പിന്നെ ചിലർക്ക് പറഞ്ഞപ്പോൾ മാധ്യമ ശ്രദ്ധ കിട്ടിയിട്ടില്ല എന്നത് വാസ്തവമാണ്. അത് പലപ്പോഴും മാധ്യമങ്ങൾക്ക് സെൻസേഷൻ ന്യൂസ് വരുമ്പോഴാണ് മാധ്യമങ്ങൾ അതിന് പുറകെ പോകുക. അതിന് ചുറ്റുമുള്ള കുറേ ന്യൂസുകൾ കൂടി അവർ കണ്ടെത്താൻ ശ്രമിക്കുകയും അത് സെൻസേഷൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. സെൻസേഷനലിസം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ വാർത്ത കുറച്ച് കാലം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണും, ഒരു പട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പേപ്പറുകളിൽ ചില വാർത്തകൾ കാണും. കുറേ കാലം കഴിഞ്ഞാൽ പിന്നെ പട്ടി ശല്യം ഉണ്ടാവില്ല വിചാരിക്കും. പക്ഷേ പിന്നെയും ആൾക്കാരെ കടിക്കുന്നുണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു സമയത്ത് അതിനെക്കുറിച്ച് വലിയ വാർത്തയായിരിക്കും. അതുപോലെയാണ് ഈ സംഭവം മിക്കവാറും ഒരു വാർത്ത എന്ന് പറയുന്ന ഈ വാർത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. അപ്പോൾ അതിനൊരു മാധ്യമ ശ്രദ്ധയുണ്ട്, അതിനൊരു മാർക്കറ്റിംഗ് തന്ത്രമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുറേ വാർത്തകൾ വരും, അതിനൊക്കെ വലിയ പ്രാധാന്യം കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഈ വാർത്തത്തിന് പകരം മറ്റൊരു വാർത്ത ലൈം ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് ഇവരിതൊക്കെ ഒഴിവാക്കി പുതിയ രീതിയിലേക്ക് മറ്റൊരു വാർത്തയിലേക്ക് അവർ പോവുകയും ചെയ്യും. അപ്പോൾ ഇത്തരം വാർത്തകൾ പ്രാധാന്യം കിട്ടാതെ വരികയും ചെയ്യും. ഒരു വാർത്തയുടെ ആയുസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരെ മാത്രമാണ്. അത്രയും കാലം ഇത് നീട്ടിക്കൊണ്ടു പോകുക മാത്രമാണ് പത്രക്കാരും ചാനലുകാരൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞാൽ അവരവരുടെ പൊടി നീട്ടിപ്പോവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നിയമപരമായി ഗവൺമെൻറ് ഇതിലെന്ത് നടപടിയെടുക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഗവൺമെൻറ് ഇതിന് പ്രാഥമിക അന്വേഷണം നടത്തുകയും ഇത് ശരിയായ രീതിയിൽ നടപടി പോവുകയും വേണം. പിന്നെ ഇതിൽ ഇരവാദം ഉയർത്തുന്ന പലരും സത്യസന്ധമാണോ എന്നുള്ളത് നമുക്കറിയില്ല. അവർക്ക് എത്രത്തോളം തെളിവ് ഇതിൽ സമർപ്പിക്കാൻ പറ്റുന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ചിലർക്ക് പലരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഇതിന് ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും ഇത്തരം ആക്രമണങ്ങൾ വന്നാൽ നിയമവും മനുഷ്യരും പൊതുസമൂഹവും മാധ്യമങ്ങളും എല്ലാം സ്ത്രീകളോടൊന്നും ചെന്ന് നിൽക്കുള്ളൂ, പുരുഷന്മാരോടൊന്നും ചെന്ന് നിൽക്കില്ല. അവർ മുഴുവൻ കുറ്റകൃത്യം മുഴുവൻ കേട്ട് അവരനുഭവിച്ച് മുന്നോട്ട് പോകേണ്ടിയിരിക്കും. ചിലപ്പോൾ ചില കുറ്റകൃത്യമൊന്നും വളരെ അതിന് വലിയ ഡെൻസിറ്റി ഉണ്ടാവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു വാക്കിലോ ഒക്കെ പറഞ്ഞായിരിക്കും, അതുപോലും തെറ്റാണ്. എന്നാൽ കൂടി അതിനെ മറ്റു രീതിയിലുള്ള വിഷയവുമായിട്ട് താരതമ്യം ചെയ്ത് ക്രൂശിക്കേണ്ട ആവശ്യം, കുരിശിലേറ്റേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഇതൊക്കെ ആസ്വദിച്ചവർ പിന്നെ പിന്നീട് എന്ത് ചെയ്യും, ഇത്തരം തമാശകളെ ആസ്വദിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ പിന്നീട് ഇതൊരു വഷളത്തരമായിട്ട് പിന്നീട് തോന്നുന്നതായിരിക്കും. ചിലപ്പോൾ പിന്നീട് അതിനെക്കുറിച്ച് ഇപ്പം ഈ പല വാർത്തകളും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലതിനും നമുക്ക് അവർ കൃത്യമായി പേര് പറയാൻ തയ്യാറല്ല, അല്ലെങ്കിൽ പേരുകൾ മുൻകൂട്ടി പറയാൻ തയ്യാറല്ല, പോലീസിൽ കേസ് കൊടുക്കാൻ തയ്യാറല്ല. ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ടും അതൊന്നും ചെയ്യാനും തെളിവ് ഹാജരാക്കാനും ഒന്നും പലരും തയ്യാറല്ല. അതിൻ്റെ കാരണം അവർക്ക് അവസരം നഷ്ടപ്പെട്ടു പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറയുന്ന പലരെയും നമുക്ക് അറിയുക പോലും ചെയ്യില്ല. അപ്പോൾ അവർക്കൊന്നും അത്രയും അവസരങ്ങൾ കിട്ടിയിട്ടുമില്ല, അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുമില്ല ഇനി അങ്ങോട്ടേക്ക്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായി പോലീസിന് കാര്യങ്ങൾ പറയുകയും പോലീസിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് ഇവരൊക്കെ ശിക്ഷിക്കപ്പെടുക.
അപ്പോൾ മാതൃകാപരമായ ശിക്ഷ ഗവൺമെൻറ് ഇതിന് നേടിക്കൊടുക്കാൻ ഗവൺമെൻറ് സാധിക്കുന്നത്. ഗവൺമെൻറ് കുറച്ച് വർഷം ഇതിൽ അടയിരുന്നതാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കുറേ പേര് ഇതിൽ മുങ്ങും എന്ന് ഗവൺമെൻറ്റിനും അറിയാം. ഇത് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളതിൻ്റെ ഒരു മുഴുവൻ പൂർണ്ണ രൂപമൊന്നും ഈ റിപ്പോർട്ടിൻ്റെ കിട്ടിയിട്ടില്ല. പലതും വെട്ടിക്കുറിച്ച് അതിൻ്റെ വളരെ ചെറിയ ഒരു അഗ്രം, ഒരു മലയുടെ ചെറിയ അഗ്രം മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് പല പ്രമുഖരുടെയും പേരുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നേക്കാം. ചിലത് വെർബലായിരിക്കാം, ചിലത് ഫിസിക്കലായിട്ടുള്ള അബ്യൂസ് ഉണ്ടായേക്കാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാൽ കൂടി നമ്മൾ ഇങ്ങനൊരു കേരളത്തിൻ്റെ സിനിമാ മേഖലയിൽ ഇങ്ങനൊരു നീക്കം വളരെ ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ തന്നെ സിനിമയിലേക്ക് വരാനുള്ള ഒരു സുതാര്യത ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്നുള്ളത് യാതൊരു സംശയമില്ല. ഇതിൽ നമ്മൾ നന്ദി പറയേണ്ട, അല്ലെങ്കിൽ ഇതിന് നമ്മൾ അഭിമാനത്തോടെ പറയേണ്ട പേര് അതിജീവിതയുടെ പേര് തന്നെയാണ്. അവരിങ്ങനെയൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു നടി ഇങ്ങനെ ശക്തമായി മുന്നോട്ട് വരാൻ തയ്യാറായിരുന്നില്ലെങ്കിൽ, അവരവരുടെ അവസരങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇതിനെതിരെ മുന്നോട്ട് വരാതിരുന്നെങ്കിൽ ഈ ഒരു റിപ്പോർട്ടും ഉണ്ടാവില്ല, ഈ കമ്മിറ്റി ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാവില്ല. ഇവർ പിന്നെയും അവർ തുടരുക തന്നെ ചെയ്യും. പല നടന്മാർക്കെതിരെയും എത്രയോ ആരോപണങ്ങളൊന്നും അവർ പിന്നെയും സിനിമയിൽ അഭിനയിക്കുന്നു. നടിമാർക്കാണെങ്കിൽ സിനിമ കിട്ടുന്നില്ല. അങ്ങനൊരു വിരോധാഭാസം മലയാളത്തിലുണ്ട്. പല നടന്മാരും കേന്ദ്രീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർ പുരുഷ കേന്ദ്രീകൃതമായൊരു സമൂഹമാണ്. സമൂഹത്തിലുടനീളമുണ്ട്. ഷൈൻ ടോം ചാക്കോ പറഞ്ഞ പോലെ ഇത് മാധ്യമങ്ങളിൽ കാണാൻ പറ്റും. ഈ പുരുഷ മേധാവിത്വം എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇത് സിനിമയിൽ മാത്രമൊന്നുമല്ല, സമൂഹത്തിൽ മുഴുവനുള്ളൊരു വിപത്താണിത്. അപ്പോൾ ഈ വിപത്തിന് സിനിമയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൻ്റെ ഗ്ലാമർ കൊണ്ടാണ്, അത് ശ്രദ്ധ നേടുമെന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ സമൂഹത്തിലുടനീളം ഇതുണ്ട് എന്നുള്ളത് ഷൈൻ ടോം ചാക്കോ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതിപ്പോൾ ലഹരി ആയാലും സ്ത്രീ വിരുദ്ധതയായാലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ കാണാൻ പറ്റും. എല്ലാ തൊഴിലിടങ്ങളിലും നമുക്കിത് കാണാൻ സാധിക്കുന്നതാണ്. ഈ വിവേചനം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാലും ഇതിൽ പറയുന്ന മറ്റൊരു പാർവതിയൊക്കെ പറയുന്ന പോലെ ഏകീകരിച്ചൊരു നമുക്കൊരിക്കലും ഒരു വേതനമൊന്നും കൊടുക്കാൻ സാധിക്കില്ല. അതൊക്കെ വിഡിത്തമാണ്. കാരണം മാർക്കറ്റാണ് തീരുമാനിക്കുന്നത് ആർക്കെന്ത് കൊടുക്കണമെന്ന്. ഇപ്പം ഒരു നടൻ, ഇത്രയും മാർക്കറ്റുള്ള നടന് ചിലപ്പോൾ വലിയ രീതിയിലുള്ള എന്ത് കൊടുക്കേണ്ടി വരും, റെമ്യൂണറേഷൻ കൊടുക്കേണ്ടി വന്നേക്കാം. എന്ന് കരുതി അയാൾക്ക് എപ്പോഴും ഇത് കിട്ടിക്കൊള്ളുന്നില്ല. അയാളുടെ മാർക്കറ്റ് ഇടിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാൾക്കത് നഷ്ടപ്പെടുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ ദിലീപിനൊക്കെ കാണുന്നുണ്ട്, ഒരു കാലത്ത് വലിയ രീതിയിലുള്ള എമൗണ്ടുകൾ മേടിച്ചു. ഇപ്പോൾ പടങ്ങളൊന്നും തന്നെ ആ രീതിയിൽ സക്സസ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പല റേറ്റുകളും, സാറ്റലൈറ്റ് റേറ്റൊക്കെ വളരെ ചെറിയ രീതിയിലാണ് പോകുന്നത്. OTT റിലീസൊന്നും വലിയ രീതിയിൽ വരുന്നില്ല. പക്ഷേ മറ്റു നടന്മാർ വളരെ കൃത്യമായി കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ട്. അല്ലാത്ത നടന്മാർക്കൊന്നും ആ രീതിയിലുള്ള സാറ്റലൈറ്റ് ഇല്ല. ഏതോ 1-2 പടം ജയിച്ചാൽ ഒരാൾക്കും പലപ്പോഴും മുന്നോട്ട് പോകാൻ പറ്റില്ല. പല നടന്മാരെ നോക്കും, നമ്മളൊരു കാലത്ത് നായകന്മാരായി കാണുന്ന പലരും നായകന്മാരായിട്ടില്ല, നായികമാരായി കാണുന്നവർക്കൊന്നും നായകന്മാരായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ പല നടിമാരുടെയും റേറ്റിംഗ് ഒക്കെ വളരെ കുറവാണ്. അവരെ കണ്ട് സിനിമ കാണാൻ പോകുന്നവരില്ല. അത് സമൂഹം പുരുഷ കേന്ദ്രീകൃതമായതുകൊണ്ടാണ്. സിനിമ സ്ത്രീ കേന്ദ്രീകൃതമായി വന്നാൽ അത് മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനെ അത്രത്തോളം ലാഭകരമാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ എക്സെപ്ഷണൽ ചില സിനിമകളൊക്കെ ലാഭകരമായിരിക്കും. പക്ഷെ മറ്റാത്ത സിനിമകളൊന്നും ലാഭകരമാവാത്തതുകൊണ്ടാണ് ആ സ്ത്രീകൾക്ക് വരെ പോകാത്തത്. ഇപ്പോൾ സ്ത്രീകളുടെ സിനിമകൾ ഹിറ്റാവുന്നുണ്ട്. സ്ത്രീകൾക്ക് പക്ഷമായ കഥകൾ വരുമ്പോൾ അത് ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്ത്രീകളുടെ മാർക്കറ്റ് കൂടും. കേരളത്തിൽ തന്നെ നമുക്കറിയാം, സ്ത്രീപക്ഷ സിനിമകൾ, വലിയ ഓടി സിനിമകളുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞ സിനിമകളുണ്ട്. സിനിമകളെന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഭാഗമാണ്. അതിൻ്റെ വേതനം എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഭാഗമാണ്. എല്ലാവർക്കും ഒരുപോലെ വേതനം കൊടുക്കാൻ പറ്റില്ല. അവർ ജോലി ചെയ്യുന്നതിനനുസരിച്ചാണ് വേതനം, അവർ ആ ജോലി ചെയ്യുന്ന ജോലിക്കനുസരിച്ചാണ് വേതനം. അതുപോലെ അതിൻ്റെ മാർക്കറ്റിൻ്റെ അനുസരിച്ചാണ്. ആഫ്റ്റർ ഓൾ ഇത് പ്രോഫിറ്റബിൾ ആവുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. സിനിമ എന്ന് പറയുന്നൊരു ബിസിനസ്സാണ്. ബിസിനസ്സിൽ ആരാണോ കൂടുതൽ പ്രോഫിറ്റ് തരാൻ സാധ്യതയുള്ളത് അവരിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും. അതൊരു തത്വമാണ്. അതിന് നമ്മൾ വേതനം ഏകീകരിക്കണം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പലപ്പോഴും പാർവതി പറയുന്നതെല്ലാം മിക്കവാറും മണ്ടത്തരമാണ്. ഇപ്പം കസബയുടെ കേസിലൊക്കെ പാർവതി പറയുന്നത് ശുദ്ധ പൊട്ടത്തരമാണെന്നുള്ളതായിരുന്നു നമുക്കറിയാം. ഒരു സ്ത്രീ ലംബടനായ ഒരു പോലീസ് ഓഫീസർ എങ്ങനെയാണ് സ്ത്രീകളോട് വളരെ മാന്യമായി പെരുമാറുന്ന സീൻ അഭിനയിക്കുക എന്നുള്ളതാണ്. ആ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ അഭിനയിച്ചത്. അപ്പോൾ പല നടിമാരും പറയുന്നത് വളരെ കൃത്യവും അല്ലെങ്കിൽ ദീർഘവീക്ഷണത്തോടു കൂടിയല്ല. ഇത്തരം വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഗവൺമെൻറ് കുറച്ചുകൂടി ക്രിയാത്മകമായി പ്രവർത്തിച്ചുകൊണ്ട് പോലീസിനെതിരെ വലിയ രീതിയിൽ പോലീസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് കുറ്റക്കാരെ മുഴുവൻ പിടിച്ചെടുക്കാൻ സാധിക്കണം. അതാണ് ഇതിൻ്റെ പിന്നിൽ ആ അതിജീവിതയുടെ അവർ നടത്തിയ സ്ട്രഗിൾ എന്നുള്ളത്. അല്ലെങ്കിൽ അവർക്ക് മാത്രം നീതി കിട്ടിയാൽ പോരാ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നീതി കിട്ടണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ സമയത്ത് നമ്മൾ ഓർമ്മിക്കേണ്ട ഏക പേര്, നമ്മൾ നന്ദി പറയേണ്ട, നമ്മൾ വളരെ ബഹുമാനത്തോടെ ഓർമ്മിക്കേണ്ട പേര് അതിജീവിതയുടെ പേരാണ്. അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അവർക്കിരിക്കട്ടെ എല്ലാ ബിഗ് സല്യൂട്ട്.